Hello, welcome to our channel, The Wheel of Fortune 7-7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാകും. ഓക്കെ, സോ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. 3 times അവിടെ നെയിം പറയുക. ഓക്കെ, സോ നമുക്ക് നോക്കാം റീഡിങ്സ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ. Hanged Man, 4 of Swords, Death. In Death, the Tower. Please guide me. Please guide me. 4 of Wands, Page of Wands, Queen of Coins and 6 of Cups. Bottom of the deck, the Hermit. 1 minute. കാർഡ്സ് കാണാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. ഓക്കെ, ഇവിടെ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ തന്നെ സയൻസ് ജെമിനി, ലിബ്ര, അക്വേരിയസ്, അതുപോലെ തന്നെ ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, എയർ സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആൻഡ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജി, വാട്ടർ സൈൻ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 minute ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പേഴ്സ് 4 മെയ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ 4 ഏപ്രിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ 6 അതുപോലെ തന്നെ ജൂൺ മന്തും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജൂൺ 6ഉം അതുപോലെ തന്നെ ജൂൺ 4ഉം ദെൻ 30 ജൂൺ 30 ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ 12 ഇമ്പോർട്ടൻ്റ് ആണ്, 16 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 9 നമ്പറും ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഒക്കെ ഡേറ്റ് ഓഫ് ബർത്തോ ഡേറ്റ് ഓഫ് മന്തോ ഒക്കെ ആയിരിക്കാം കേട്ടോ. സോ അപ്പോൾ അത് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻ ഡെത്ത് എനർജീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിട്ടുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ചിലർക്കൊക്കെ ഇവിടെ കണക്ഷൻസ് എൻഡിങ് തന്നെയാണ്. ഡെത്തിൻ്റെ കാർഡ് എന്താണ്? എൻഡിങ്. എന്തുകൊണ്ട് എൻഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഡൻ ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ കണക്ഷനിലേക്ക് വന്നു, കണക്ഷൻ സഡൻലി എൻഡ് ചെയ്തു. അതിനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്തുകൊണ്ട് കണക്ഷൻ എൻഡായി എന്നുള്ളതിനുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതുവരെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജീസാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സഡൻ ടവർ മൂവ്മെൻ്റ് ആണ് ഈ ഒരു കണക്ഷനിൽ വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ബട്ട് അങ്ങനെ ഒരു എനർജിയിലേക്ക് ഈ ഒരു കണക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ആൻഡ് വൈ ഹിയർ ഈസ് ഡെത്ത്? വൈ ഹിയർ ഈസ് ഡെത്ത്? വൈ ഹിയർ ഈസ് ഡെത്ത്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്ത് വന്നിട്ടുള്ളത്? ഗിവ് ഇറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സി ഈ ഒരു വ്യക്തി
വ്യക്തിയുടെ എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും ഒരു ഇല്യൂഷനിലാണ് ഈ ഒരു കണക്ഷൻ. ലൈക്ക് ഈ ഒരു മൊമെന്റിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എൻഡിങ്സിന് ശേഷവും ഈ ഒരു വ്യക്തി ഒരു ഇല്യൂഷനിലാണ് നിൽക്കുന്നത്. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങളോട് എന്തെങ്കിലും ലാസ്റ്റ് ടൈം നിങ്ങളുമായിട്ട് വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയ ടൈമിൽ എന്തെങ്കിലും ഇവർ അതുപോലെ എന്തെങ്കിലും മോശപ്പെട്ടിട്ട് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇയാൾക്ക് ഗിൽട്ട് ഫീൽ ചെയ്യുന്ന രീതിക്കുള്ള എന്തോ കാര്യങ്ങൾ നിങ്ങളുടെ കണക്ഷനിൽ നടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ഞാനത് ചെയ്ത് തെറ്റായി പോയി, വല്ലാത്തൊരു കുറ്റബോധം ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അതിലൊരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ പറയത്തില്ലേ, യൂണിവേഴ്സായിട്ട് നമുക്ക് എല്ലാ അവസരങ്ങളും ഒരു തവണയെ തരുള്ളൂ. സെക്കൻഡ് ടൈം ഒരു അവസരം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ തിങ്സ് ആ ഒരു രീതിക്ക് ആവില്ല, ട്രാൻസ്ഫോം ആയിട്ടുണ്ടാവും, ചേഞ്ച് ആയിട്ടുണ്ടാവും. നമ്മളുടെ ഫേവറിൽ എല്ലാ ടൈമിലും സെയിം സിറ്റുവേഷൻ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ഫേവറിൽ എപ്പോഴും ആ ഒരു വീൽ ടേൺ ചെയ്യണം എന്നില്ല. ഓക്കെ, അങ്ങനെ എപ്പോഴും നമ്മളുടെ ടൈം നല്ലതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്താ പറയുക, ലൈഫിൽ ഒരിക്കലും ഫെയിലിയേഴ്സ് ഉണ്ടാവത്തില്ല. അപ്പം ഈ ഒരു വ്യക്തിയുടെ ടൈം വളരെ മോശമാണ്, അല്ലെങ്കിൽ ഇയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏത് സമയത്താണോ അങ്ങനെയൊക്കെ ആ ഒരു വ്യക്തിയോട്, എൻ്റെ പേഴ്സണോട് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ എൻഡായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്തോളാനില്ല, കാരണം ചെയ്യാനായിട്ട് വേറെ ഓപ്ഷൻസ് ഇല്ല. നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മുടെ ദേഷ്യത്തിന് പല കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ടാവും, പക്ഷെ പിന്നീട് അത് നമുക്ക് റിഗ്രറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി വരും, അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യേണ്ട ഒരു എനർജീസിലേക്ക് വരുന്നുണ്ടാവും. സോ ആ ഒരു എനർജീസിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിലുള്ളത്. ആൾ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ബട്ട് അയാൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തികൾ, അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വേ, അതൊക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വേർഡ്സ്, അതൊക്കെ ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ ശരിക്കും എന്ത് ചെയ്താലാണ് ഇനി ഒരു കണക്ഷൻ പഴയതുപോലെ ആവുന്നതെന്നുള്ള ഒരു ക്ലാരിറ്റി ഒരു വ്യക്തിക്കില്ല. ആ ഒരു എനർജീസാണ് ഈ ഒരു പേഴ്സണെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. Then why here is 4 of swords divine, why here is 4 of swords, സെയിം എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രൊജക്ഷൻ എനർജീസ് വന്നിട്ടുണ്ട്. ലൈക്ക് നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളിപ്പോൾ ഈ ഒരു കണക്ഷനിൽ ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ഫീൽ ചെയ്യുന്നത്, ഇവർ ശരിക്കും പറഞ്ഞാൽ 4 ഓഫ് സോർട്സിന്റെ എനർജിയിലാണ്. ഒരു വ്യക്തി എന്തുകൊണ്ടാണ് 4 ഓഫ് സോർട്സിന്റെ എനർജിയിലേക്ക് പോകുന്നത്? 4 ഓഫ് സോർട്സിന്റെ എനർജിയിലേക്ക് പോകുന്നത് ആ ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് അയാൾക്ക് ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് 4 ഓഫ് സോർട്സിന്റെ എനർജിയിലേക്ക് പോകുന്നുള്ളത്. അല്ലെങ്കിൽ ഒരു വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു വ്യക്തിയുടെ ഒരു ഈഗോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഇതൊക്കെ കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു വ്യക്തി ഇൻ ഫ്യൂച്ചറിൽ ഹേർട്ട് ആകും, അല്ലെങ്കിൽ ആ ഒരു എനർജി ഉള്ളത് കൊണ്ടായിരിക്കണം മേ ബി എല്ലാവരും സൈലന്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജീസും സെയിം തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് ഒരു വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്തത്, ആ ഒരു സെയിം രീതിക്കാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രീറ്റ് നിങ്ങളെ എങ്ങനെയാണ് ഒരു വ്യക്തി ട്രീറ്റ് ചെയ്തത്, ആ ഒരു സെയിം രീതിക്കാണ് നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അവർ എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, എന്താ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്നുള്ളത് ഇവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. ലൈക്ക് എല്ലാം ഒരു ഇല്യൂഷൻ പോലെ തോന്നുകയാണ്. നമുക്കിപ്പം എന്തെങ്കിലും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് സിറ്റുവേഷൻ എന്താണ് ആ ഒരു രീതിക്ക് നമുക്ക് ആ ഒരു കാര്യത്തെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിലുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജീസ് നോക്കുകയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾ ടയേർഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു, ഒത്തിരി അധികം നിങ്ങൾ ഈ ഒരു കണക്ഷൻ എഫോർട്ട് എടുത്തു. ബട്ട് എന്നിട്ട് പോലും ഈ ഒരു കണക്ഷൻ വർക്കായിട്ടില്ല. അപ്പം നിങ്ങൾ ഇനിയിപ്പം യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്തേക്കാണ് ഈ ഒരു കണക്ഷനെ. സെയിം എനർജിയാണ് ഈ ഒരു എക്സോഷൻ്റെ എനർജീസും, അതുപോലെ തന്നെ 4 ഓഫ് സോർട്സിൻ്റെ എനർജീസും സെയിം എനർജിയാണ്. നിങ്ങൾ സറണ്ടർ ചെയ്തു ഇപ്പോൾ യൂണിവേഴ്സിന്, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള എഫോർട്ട് ഈ ഒരു കണക്ഷൻ എടുക്കാനായിട്ട് പോകുന്നില്ല. ഇതാണ് പ്രസന്റ് എനർജി. ഓക്കെ, അതേസമയം ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളോട് ചെയ്തതിന് ഒരു റിഗ്രാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ചെയ്തത് മോശമായി പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കുറച്ച് മോശമായി പോയി എന്നുള്ള ഒരു എനർജി. Why here is the Hanged Man divine? Why here is the Hanged Man? Letting go, new vision. Okay, നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല, മൂവ് ഓൺ ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ സ്റ്റക്കാണ്. പക്ഷെ ലെറ്റ് ഗോ ചെയ്തു നിങ്ങൾ ഈ ഒരു കണക്ഷനെ. നിങ്ങൾ ഈ ഒരു ടൈമിൽ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്.
എനിക്കൊന്ന് ചിലർ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു റീഡിങ് നോക്കുന്നുള്ളത്. നിങ്ങളുടെ ഹസ്ബൻഡ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും, അവരുടെ എനർജി അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് ചെക്ക് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ലെറ്റ് ഗോ ചെയ്തിരിക്കുകയാണ് കണക്ഷനെ. നിങ്ങൾ സറണ്ടർ ചെയ്തു യൂണിവേഴ്സിന്. കാരണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല ഇനി. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അത്രയും എഫോർട്ടുകൾ നിങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ടയേർഡാണ്. ഇനി നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു എഫോർട്ട് കൊടുക്കാനില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾസ് സംഭവിച്ച് ഈ ഒരു കണക്ഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരണം. അതല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല ഇവിടെ. വൈ ഹിയർ ഈസ് ദ ടവർ. ഈ ഒരു എനർജിയിലാണ് നിങ്ങളിവിടെ ഉള്ളത്. ക്രിയേറ്റിവിറ്റി. ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിങ്ങളോട് പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തോട്ട്സ് എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയെ വേറൊരാളുടെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമായിരിക്കും. നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് ഈ ഒരു വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ആ ഒരു എനർജി. അതുപോലെ ഈ ഒരു വ്യക്തി ഇപ്പം ഈ സഡൻ ടവർ മൂവ്മെന്റ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടായ ടൈമിൽ ആ ഒരു എനർജിയാണ് ഇവിടെ എൻഡ് ആയി പോയിട്ടുള്ളത്. ഇവർക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു കംഫോർട്ട് സോൺ ആയിരിക്കാം. അപ്പോൾ ആ ഒരു കംഫോർട്ട് സോൺ ഇല്ലാതാവുമ്പോൾ ഉള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിലുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെയും വേറൊരു വ്യക്തിയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അത്രയ്ക്കും ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട്. ആ ഒരു ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തികളും ഇയാളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല എന്നുള്ള ഒരു എനർജിയിൽ, ആ ഒരു റിയലൈസേഷനിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. അപ്പം നമ്മൾ പറയില്ലേ, എപ്പോഴും ചേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വാല്യൂ ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്നൊരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് എത്ര വലിയ ബന്ധമാണെങ്കിലും നോക്കണം. ആ ടൈമിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേർത്തും വാല്യൂ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കുന്നുള്ളത്. ഓരോ എനർജിയിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണും ഉള്ളത്. അവർ നേരത്തെ ഈ ഒരു കണക്ഷൻ എങ്ങനെ പോയാലും എനിക്കൊന്നുമില്ല, എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ഞാൻ എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ടൈമിൽ ഇയാൾക്ക് ആ ഒരു എനർജിയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ അത് അവർക്ക് അതിന് റിഗ്രഷൻ തോന്നുന്നുണ്ട്. ഞാൻ ആ ഒരു എനർജിയിൽ ഒരിക്കലും ഒരു കണക്ഷനിൽ നിൽക്കാൻ പാടില്ലായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും പ്രയോറിറ്റി ഉള്ളൊരു വ്യക്തി, ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് വാല്യൂ കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു വ്യക്തിനെ അവർ ഡിസേർവ് ചെയ്യുന്നുള്ള ആ ഒരു എനർജി, ഒരു പ്രയോറിറ്റി കൊടുക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. എല്ലാം ആലോചിച്ച് നോക്കുമ്പോഴേക്കും ഇയാൾക്ക് വല്ലാത്തൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുകയാണ്. വൈ ഹിയർ ഈസ് പേജ് ഓഫ് വാൻഡ്സ് ഡിവൈൻ. അപ്പോൾ നിങ്ങളുടെ എനർജീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾ നടക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു വ്യക്തിയുടെ അല്ല. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ്, അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് കരിയറിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് നിങ്ങളുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ ഇവരൊന്നും മൂവ് ഓൺ ചെയ്തു എന്നല്ല, മൂവ് ഓൺ ചെയ്തിട്ടില്ല, വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളൊരു എനർജി. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോവുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്ത് പോകുന്നു. കാരണം നിങ്ങൾ ചിന്തിക്കുന്നുള്ളൊരു അനാലിസിസ്, ഞാൻ എന്തിനാ എന്നോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്തിനാ ചിന്തിച്ച് സമയം കളയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വരട്ടെ എന്നുള്ളൊരു എനർജിയിലാണ് ഇവിടെ ഉള്ളത്. അതേസമയം നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുവാണെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ ഈ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുള്ള ആ ഒരു എനർജി ഇവർക്ക് ഒത്തിരി അധികം ബേർഡൻസ് നൽകുന്നുണ്ട്. എങ്ങനെ ഈ ഒരു വ്യക്തി ഇത്ര പെട്ടെന്ന് മൂവ് ഓൺ ചെയ്ത് പോയത് എൻ്റെ അടുത്തുനിന്ന്? അല്ലെങ്കിൽ ഞാൻ ഇത്രയും ബേർഡനിൽ നിൽക്കുകയാണ്, ആ ഒരു വ്യക്തിക്ക് ഞാൻ സങ്കടത്തിലാണോ, എനിക്ക് നല്ലതാണോ ചീത്തയാണോ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ ജീവനോടുണ്ടോ എന്ന് പോലും ആ ഒരു വ്യക്തി തിരക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ലൈഫിൽ ഒത്തിരി അധികം ബേർഡൻസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഒത്തിരി അധികം ഫാമിലി പ്രഷർ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഏത് പാത്ത് ചൂസ് ചെയ്യണം, എങ്ങോട്ടേക്ക് പോകണം, ഇവർ മറ്റുള്ളവരാണ് ഈ ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇവരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു എനർജിയാണ്. കാരണം ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്, ഫാമിലിക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ്. മദർ ഉണ്ടെന്നുണ്ടെങ്കിൽ മദറിന് വളരെയധികം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം മദർ പറയുന്നതായിരിക്കും ഇവിടെ കൂടുതലായിട്ട് കേൾക്കുന്നുള്ളത്, അല്ലെ വൈഫ് പറയുന്നതായിരിക്കും കൂടുതലായിട്ട് കേൾക്കുന്നുള്ളത്. ആ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എന്ത് ബന്ധമാണെങ്കിലും, ഇത് ഫാമിലി ആണെങ്കിലും ശരി, മദർ ആണെങ്കിലും വൈഫ് ആണെങ്കിലും അത് വല്ലാത്തൊരു ബേർഡനാണ് ഈ ഒരു വ്യക്തിക്ക്.
ഇവർക്ക് ആ ഒരു ബേർഡനിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അവിടെ നിങ്ങൾ കൊടുക്കുന്ന അത്രയും ഫ്രീഡം ആ ഒരു വ്യക്തി കൊടുക്കുന്നുണ്ടാവില്ല. അവരെ എല്ലാ കാര്യത്തിനും റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാവാം. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വഴിയിലൂടെ നീ പോകണം എന്നുള്ളത് എനിക്ക് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഗൈഡൻസ് ഒക്കെ എപ്പോഴും നല്ലതാണ്, പക്ഷെ അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആ ഒരു ഗൈഡൻസ് കൊടുക്കുമ്പോഴാണ് ഏതൊരു വ്യക്തിക്കും അത് യൂസ്ഫുൾ ആവുന്നത്. ബട്ട് ഇവിടെ ഒരു പോസിറ്റീവ് രീതിക്കുള്ള ഒരു ഗൈഡൻസ് അല്ല ഈ ഒരു വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വൈ ഹി ഈസ് ഫോളോ ആൻഡ് ഡിവൈൻ റീബർത്ത്. റീബർത്തിന്റെ എനർജീസ് ആണ്. ബോട്ടം ഓഫ് ദി കൺട്രോൾ. ഓക്കെ, ഈ ഒരു വ്യക്തി ഇപ്പോഴും ഈ ഒരു വ്യക്തി ഗിൽറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, നമുക്ക് എത്രയൊക്കെ ഗിൽറ്റ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ഈഗോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് പലപ്പോഴും ബന്ധങ്ങളെ ഇല്ലാണ്ടാക്കുന്ന എപ്പോഴും ഈഗോ ആയിരിക്കും. ആ ഒരു ടോക്സിക് ബിഹേവിയർ ആയിരിക്കും, കൺട്രോളിങ് എനർജി ആയിരിക്കും. പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഒരു കൺട്രോളിങ് നേച്ചർ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഫാമിലി ലൈഫ് പരാജയപ്പെട്ടു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. എപ്പോഴും ഏത് ബന്ധത്തിലും നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിലും എന്ത് ബന്ധം ആയിക്കോട്ടെ, അവരെ ഫ്രീഡം, ഏതൊരു ജീവിയും ആഗ്രഹിക്കുന്നത് ഫ്രീഡമാണ്. ഫ്രീഡത്തോടെ വിടുക എന്നുള്ളതാണ്. നമുക്ക് ഒരാളെ ചെയ്യാൻ പറ്റുന്ന അൺകണ്ടീഷണലി ലവ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അയാളോട് നമുക്ക് തിരിച്ചെന്നെ അതേ അളവിൽ തന്നെ സ്നേഹിക്കണമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഒരിക്കലും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എപ്പോഴും നമ്മൾ ചോദിക്കാതെ നമുക്ക് തരുമ്പോഴാണ് അവിടെ ഒരു എനർജി ഉണ്ടാകുന്നത്. നമ്മൾ ബെഗ് ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി ചോദിച്ച് നിൽക്കുന്ന ആ ഒരു അതിൽ വലിയൊരു കാര്യമില്ല. അതൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് ഒരു നല്ല സക്സസ്ഫുൾ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണം എന്നില്ല. ഇപ്പം ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജീസിലാണ് മാക്സിമം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിന്നിട്ടുള്ളത്. മാക്സിമം കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി. ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം. ഇയാളുടെ ലൈഫിലും ഇയാൾക്ക് ഏറ്റവും കൂടുതൽ പരാജയം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം, ഞാൻ പറയുന്നത് പോലുള്ള രീതിക്ക് ആക്ഷൻസ് ഉണ്ടാവണം, ഞാൻ പറയുന്ന രീതിക്കുള്ള എല്ലാം ഞാൻ പറയുന്ന രീതിക്ക് വേണം ലൈഫിൽ എല്ലാ കാര്യങ്ങളും പോകാനായിട്ട് എന്നുള്ളൊരു രീതിക്ക് കൺട്രോളിങ് നേച്ചറുണ്ട്. ആ ഒരു കൺട്രോളിങ് നേച്ചർ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇയാളുടെ ലൈഫ് പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. ഇപ്പം കരിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയും കൺട്രോൾ ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നടക്കണം, ഞാൻ കിങ്, ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു എനർജി ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. ഈ ഒരു പ്രശ്നമാണ് ഇവിടെ ഈ ഒരു കണക്ഷൻ്റെ മെയിൻ പ്രോബ്ലവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും സെയിം എനർജീസ് ആണ്. ഇപ്പം ഇവർ മാരീഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ മാരീഡ് ലൈഫ് അത്ര വലിയ നന്നായിട്ടായിരിക്കില്ല പോകുന്നുള്ളതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു മെയിൻ റീസൺ ഈ ഒരു വ്യക്തി തന്നെയാണ്. ഇയാളുടെ ഓവർ കൺട്രോളാണ്. ആ ഒരു കൺട്രോളിങ് എനർജിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കുറേ പ്രാവശ്യം, പക്ഷെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ടാവും യെസ് ഈ ഒരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി എവിടെയും ഈ ഒരു വ്യക്തിക്ക് കണക്ഷൻസ് സെറ്റ് ആവാതിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണെങ്കിലും അവിടെ കൺട്രോളിങ് എനർജീസ് ഇവിടെ ഒരു വ്യക്തിക്കുള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ലവർ ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പം എത്രയും ഒരു കൺട്രോൾ സഹിച്ച് കഴിയുന്ന ആ ഒരു ടൈമിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും പ്രതികരിച്ച് തുടങ്ങും. അവർക്ക് സ്ട്രെസ് ആയി കഴിയുമ്പോൾ അതാണ് ഇവരുടെ ലൈഫിൽ ഓവറോൾ ലൈഫിൽ ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇപ്പോൾ ഇത് തന്നെയാണ്. ജസ്റ്റ് ഇയാളുടെ ഒരു കൺട്രോളിങ് എനർജീസിൽ നിങ്ങൾ സഹിക്കിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്തല്ലേ മൂവ് ഓൺ ചെയ്തിരിക്കുന്നുള്ളത്. മൂവ് ഓൺ ചെയ്തെന്ന് പറയാനൊക്കില്ല. മൂവ് ഓൺ ചെയ്തെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണില്ലല്ലോ. സോ ക്യൂൺ ഓഫ് പോയിന്റ്സിൻ്റെ എനർജി എന്തുകൊണ്ടാണ് ഡിവൈൻ ഇവിടെ ഐസൊലേഷൻ. നിങ്ങളൊരു ഐസൊലേഷൻ പീരീഡിലാണ് ഈ ഒരു ടൈമിലുള്ളത്. ബിക്കോസ് ക്യൂൻ ഓഫ് പെൻഡിക്കിളാണ്. നിങ്ങൾക്കറിയാം ഓൾറെഡി ഇങ്ങനെയുള്ള ആക്ഷൻസ് ഓരോ കാര്യങ്ങളിലും എടുക്കണം എന്നുള്ളത്. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ മിണ്ടാതിരിക്കുന്നത് തന്നെ സക്സസ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പേരെ നിങ്ങൾ അനങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട്. കാരണം ഒത്തിരിയധികം സെൽഫ് റെസ്പെക്ട് നിങ്ങളുടെ ഇവിടെ പോയിട്ടുണ്ട്. അപ്പം ഇനിയും അത് ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ. ആൻഡ് വൈ ഹിയർ ഈസ് 6 ഓഫ് കപ്സ് ഡിവൈൻ മൊഡാലിറ്റി. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. ബിക്കോസ് ഇവരും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ലൈക്ക് നിങ്ങൾ ഈ ഒരു പേഴ്സണും തമ്മിൽ പാസ്റ്റ് ലൈഫാണ് എന്ന് ഈ ഒരു വ്യക്തി സ്വന്തമായിട്ട് പലതവണയും ചിന്തിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം എനർജിയിൽ തന്നെ നിങ്ങൾ പാസ്റ്റ് ലൈഫിലും കടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് മുജ്ജന്മത്തിലെ കാര്യങ്ങൾ ട്രിഗർ ചെയ്യാറുണ്ട്. നമ്മുടെ ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും യെസ് ഈ ഒരു വ്യക്തി എനിക്ക് മുജ്ജന്മ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് യെസ് ഈ ഒരു വ്യക്തിയോട് ഈ ഒരു സംസാരം ഞാൻ എവിടെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. അത്രയ്ക്കും ഇൻറ്റൻസ് ആയിട്ട് ഇൻറ്റിമസി എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ചാറ്റിങ് അല്ലെങ്കിൽ സംസാരങ്ങൾ വരുന്നുള്ളത്. സോ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
മേ ബി പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം ഈ ഒരു വ്യക്തിയും നിങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. കാരണം പാസ്റ്റ് ലൈഫിൽ നമ്മളങ്ങനെ ചില കാര്യങ്ങളൊക്കെ, നിങ്ങൾ പാസ്റ്റ് ലൈഫിലുള്ള ആളുകളാണെങ്കിൽ അതിലും കർമാസ് ഉണ്ടാവാം. ആ ഒരു കർമാസ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ടതായിട്ട് വരുന്നുണ്ടാവാം. അപ്പം ആ ഒരു കർമാസ് റിലീസ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാവാം മേ ബി ഇത് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഹെർമിറ്റിന്റെ മോഡിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത് ഈ ഒരു ടൈമിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആക്ഷൻ എടുക്കണം, എന്ത് ചെയ്യും എന്ന് അറിയാൻ പറ്റാത്തൊരു എനർജി. ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജീസ് വന്നിട്ടുണ്ട്. നിങ്ങൾ 666 കണ്ടിന്യൂസ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം. 666 ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്ക് ചെയ്ത് ഈ ഒരു വ്യക്തിക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ശരിക്കും കംപ്ലീഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്താണ്. പക്ഷെ ഇവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് അവരുടെ ഫീലിങ്സിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ല. അതാണ് ഇവിടെ മെയിൻ പ്രശ്നം. ഇവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഇത്രയും ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇത്രയും മിസ്സാവുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയധികം ചിന്തിക്കുന്നത്, അത്രമാത്രം ഞങ്ങൾ കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളൊരു ചിന്ത. നമ്മൾ ചില സമയത്ത് നമ്മൾ ഒരാളായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ടാവില്ല. ഒരു സെപ്പറേറ്റ് ആയിട്ട് കഴിയുമ്പോൾ ആ ഒരു ടൈമിൽ വാല്യൂ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. സോ നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് എന്താ പറയുക, ഒരു 10 ഓഫ് കപ്സിന്റെ എനർജി ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്താണ്. ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്താണ്. പക്ഷെ എന്താ ചെയ്യേണ്ട, ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു കംപ്ലീഷൻ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നില്ല തേർഡ് പേഴ്സന്റെ കൂടെ. അത് വല്ലാതെ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ടും ഇന്നർ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ. അത് മാത്രമല്ല, നമ്മളൊരാളെ മനസ്സിലും നമുക്ക് ഹാപ്പിനെസ് ഇല്ല, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, വെളിയിൽ മറ്റുള്ളവരുടെ അടുത്ത് ചെന്നിട്ടും ആ ഒരു ഫ്രസ്ട്രേഷൻ മൊത്തം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ഇവരുടെ മൈൻഡ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരോട് ഇവർ പോയി വഴക്കുണ്ടാക്കുന്നുണ്ട്, വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നിടത്താണേലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഇവർക്കൊരു എന്താ പറയുക, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലില്ലേ, ആ ഒരു തോന്നൽ പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതേസമയം നിങ്ങൾ സെപ്പറേറ്റഡ് ആകുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുള്ള ഒരു കാര്യം എനിക്ക് ആരും ഇല്ല, പിന്നെ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെയൊക്കെയാണ് ഈ ഒരു വ്യക്തി ആശ്വാസം അടയുന്നുള്ളത്. ബട്ട് ട്രസ്റ്റ് മീ, ഈ ഒരു എനർജി ഒന്നും ഒരു വ്യക്തി കാണിക്കുന്നുണ്ടാവില്ല. ബിക്കോസ് ഇവിടെ കിങ് ഓഫ് സോൾസിന്റെ എനർജിയാണ്. ഈ കിങ് എന്താണ്, കിങ് ഒരിക്കലും ഇമോഷൻസിനെയും ഫീലിങ്സിനെയും കാണിക്കുകയല്ല. കിങ്ങിന്റെ എനർജീസ് അതാണ്. ബിക്കോസ് കിങ് വളരെ റൂഡാണ്, ക്രൂവലായിട്ടായിരിക്കാം പെരുമാറുന്നുള്ളത്. ബിക്കോസ് എന്താ, അയാൾക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ അറിയാം. അതിപ്പം എന്ത് ഇമോഷൻസ് ആണെങ്കിലും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഈ ഒരു കിങ് ഉള്ളത്. ബട്ട് സ്നേഹം ഉണ്ടാവും, പക്ഷെ ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ആ ഒരു എനർജി. ഇപ്പം ഇവരുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഈ ഒരു ഇത്രയും സാഡ് ആയിട്ടുള്ള ഒരു ഫേസിലാണ് ഈ ഒരു വ്യക്തി ഉള്ളതെങ്കിൽ പോലും ഈ ഒരു വ്യക്തി അത് നിങ്ങളുടെ മുന്നിൽ തുറന്ന് സമ്മതിക്കാൻ റെഡിയല്ല. അതുകൊണ്ടാണ് ഇവിടെ കൺട്രോളിന്റെ കാർഡ് വന്നിട്ടുള്ളത്. ഭയങ്കര ഈഗോയിസ്റ്റിക് എനർജിയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എന്ത് ബന്ധവും നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാണ്ടായി പോകുന്നുള്ളത്. സോ ആ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക കേട്ടോ. സോ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ക്ലെയിം ചെയ്യാൻ മറക്കല്ലേ. സോ താങ്ക് യു സോ മച്ച്.